കുറേ ദിവസത്തിന് ശേഷം ഒരു ഹായ്. എൻ്റെ കോലം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. പ്രസവം കഴിഞ്ഞാൽ എല്ലാവരും നന്നാവണമെന്നില്ല. ഞാൻ പ്രസവത്തിന് മുന്നേ ഉഷാറായിട്ടാ, പ്രസവ ശേഷം ഉഷാറാവാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചൗക്കിയിൽ പെരിയെടുക്കെന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു സെൻ്റർ ഉണ്ട്, മോം ബേബി കെയർ ദ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു സെൻറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ എന്നെ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ കുറേ ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ വന്നതതിനല്ല, എന്താ വെച്ചാൽ ഇവിടെ ഞാനിപ്പോൾ എത്തിയിട്ട് 3 ദിവസമായി. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ, ഈ സമയത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നിടത്തേക്കെല്ലാം എത്തിയ സമയത്താണ് ഇവിടുന്നൊക്കെ കോള് വരുന്നത്. അപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർ നോക്കും. അപ്പം കുറേ കാര്യങ്ങളുണ്ട്. ധാര പിടിക്കൽ, അങ്ങനത്തെ കുറേ ഞാൻ പറഞ്ഞുതരാം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഞാനതൊന്നുമല്ല പറയാൻ വന്നത്. ഞാൻ ഒന്നും തിന്നാത്ത ഞാനിവിടെ വന്നിട്ട് കുറച്ചേരം തിന്നാൻ തുടങ്ങിയത് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും കൊണ്ടാണ്. പറയാണ്ടിരിക്കാൻ കഴിയില്ല. എന്ത് രസം എൻ്റെ അമ്മച്ചി. കുറേ കറി, അത് വിറ്റാമിനുള്ള നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് കഴിക്കേണ്ട കുറേ കറികളും വിത്ത് ആട്ടിൻ സൂപ്പ്. ഞാൻ എന്നോളം കുടിക്കാത്തൊരു സാധനമായിരുന്നു ആട്ടിൻ സൂപ്പ്. കുടിച്ച് നോക്കണം. അപ്പോൾ പ്രസവരക്ഷ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വേണം. പണ്ടത്തെ അപ്പയെല്ലാം അമ്മമാർക്കെല്ലാം കുറേ ചെയ്യാൻ അറിഞ്ഞുകൊണ്ടായിനി. ഇപ്പം അത് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ എല്ലാം ഇതുണ്ട്. ഇപ്പോൾ നമ്മളെ എല്ലാം നമ്മൾക്ക് വേണ്ട ബോഡി കെയർ അല്ലെങ്കിൽ എല്ലാം ഇവർ ചെയ്യുന്നില്ലത് അറിവുണ്ടാകുന്നത് ഇപ്പോഴാണ്. അപ്പോൾ വന്നൊന്നും ഇവിടെ കിടക്കണം. ഇപ്പോൾ 14 ദിവസം ഞാനിവിടെ ഉണ്ട്. നോക്കാം, ഓരോന്നായിട്ട് ഞാൻ വിവരങ്ങൾ തരാം കേട്ടോ. എന്നാലും ഞാൻ ചോറിയിക്കട്ടെ. ഇത് ആട്ടിൻ സൂപ്പ്.